തുടങ്ങി വെച്ചേക്കാണ് BJP. അതായത് ചില സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ചില മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് വട്ടിയൂർക്കാവ് നേരത്തെ വിചാരിച്ചിരുന്ന രീതിയിൽ തന്നെയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഒക്കെ ആണെങ്കിൽ പോലും ശ്രീലേഖ മത്സരരംഗത്തേക്ക് ഉണ്ടാവില്ല, മത്സരിക്കില്ല എന്നൊക്കെയാണ് പലരും പറഞ്ഞ് നടന്നത്. പക്ഷേ വട്ടിയൂർക്കാവ് ശ്രീലേഖ മത്സരിക്കുന്നു, മഞ്ചേശ്വരത്ത് K. സുരേന്ദ്രൻ എന്ന് പറയുന്നു, പാലായിൽ ഷോൺ ജോർജ് എന്ന് പറയുന്നു, തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ, കുമ്മനം രാജശേഖരനുമുണ്ട്. അപ്പോൾ അത്തരത്തിൽ BJP തുടങ്ങി വെക്കുന്നത് അല്ലെങ്കിൽ BJPയുടെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അവർക്ക് നിർണായകമാണ്. അവരുടെ കൃത്യമായ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും? നീക്കങ്ങളിലെ ഇപ്പം ആദ്യം അനൗൺസ് ചെയ്യുന്നു, അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു. ആ സ്ഥാനാർത്ഥികൾ ആദ്യം അനൗൺസ് ചെയ്ത സ്ഥാനാർത്ഥികൾ അവരുടെ MLA-മാരാകും എന്ന ഉറപ്പോടുകൂടിയാണ് അവർ നിൽക്കുന്നതും അതിനുവേണ്ടിയുള്ള പ്രവർത്തനവുമാണ്. അപ്പോൾ ആദ്യം BJP തുടങ്ങിയെന്ന് തന്നെ പറയേണ്ടി വരും. അപ്പം ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു മെസ്സേജാണ് ശ്രീലേഖ കൊടുത്തത്. ബാക്കിയുള്ള പാർട്ടിക്ക് അപ്പുറം ഇന്നലെ KC വേണുപോലെ പറഞ്ഞ ഞങ്ങൾ കേട്ടായിരുന്നു. സ്ഥാനാർത്ഥികളായിട്ടുള്ളവരൊന്നും വെളിയിൽ പറഞ്ഞാൽ അവർക്കാർക്കും സ്ഥാനാർത്ഥികൾ ആവാൻ സാധിക്കില്ല, സ്ഥാനാർത്ഥികളാക്കത്തില്ല. അപ്പോൾ സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികളായിട്ട് BJPക്ക് അകത്ത് പോലും ആളുണ്ട്, കോൺഗ്രസിനകത്ത് അതിന് പഞ്ഞവുമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ആ സമയത്താണ് ശ്രീലേഖ പറയുന്നത് എനിക്ക് സ്ഥാനാർത്ഥി ആവണ്ട, അല്ലെങ്കിൽ എനിക്ക് അതിന് താല്പര്യമില്ല. പാർട്ടി പറഞ്ഞതുകൊണ്ട് വാർഡിൽ മത്സരിച്ചു, 5 കൊല്ലം അത് തുടരാനാണ് ആഗ്രഹിക്കുന്നത്. 5 കൊല്ലത്തിനിടയ്ക്ക് വേറൊരു തെരഞ്ഞെടുപ്പിനെ ഫേസ് ചെയ്യേണ്ടെന്ന് മോദിയുടെ ഒരു താല്പര്യം പോലെ എനിക്കും ആ താല്പര്യം തന്നെയാണ്. പക്ഷേക്കകത്ത് അവർ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. അപ്പോൾ പാർട്ടിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മത്സരിച്ച് വെക്കൂ. ഇപ്പോൾ അതാണ് വരാൻ പോകുന്നത്. അതായത് ഒരു വാർഡിൽ ജയിച്ചാൽ പോലും ആ വാർഡിൽ 5 കൊല്ലം ആ ജയിപ്പിച്ചവരുടെ താല്പര്യമനുസരിച്ച് അവരോട് വിധേയപ്പെട്ട് ആ വാർഡിൻ്റെ വികസനം പൂർണ്ണമായിട്ട് കൊണ്ടുപോകുന്നതിന് മാത്രം താല്പര്യം, മറ്റുള്ളത് അത് കഴിഞ്ഞു മതി എന്ന് വിചാരിക്കുന്ന ഒരാൾ. അപ്പം ശ്രീലേഖ നമ്മൾ പലപ്പോഴും പറയുമ്പോൾ ശ്രീലേഖ പലപ്പോഴും ഞെട്ടിക്കാറുണ്ട്. CPM-നും ശ്രീലേഖ ഇപ്പോൾ തൊടാൻ പേടിയായി. വെള്ളത്തിനകത്തൊരു സൈസ് മീനുണ്ട്, നല്ല ഭംഗിയാണ് കാണാം, ബാക്കിയുള്ള മീനുകൾ എന്നത് തൊടുമ്പോഴാണ് കരണ്ടടിക്കുന്നത് എന്ന് പറഞ്ഞാൽ ശ്രീലേഖയെ കണ്ടാൽ മാന്യമാണ്, അല്ല എല്ലാവരും മാന്യമായിട്ട് പെരുമാറും. പക്ഷെ അവരുടെ അടുത്ത് രാഷ്ട്രീയ കളിയും നടക്കത്തില്ല. സത്യസന്ധമായ സ്ത്രീയാണ്, രാഷ്ട്രീയ കളിയും നടക്കത്തില്ല എന്നുള്ളതിന് ഉദാഹരണമാണ് പ്രശാന്തിനെ വെച്ച് കളിച്ചത്. തിരുവനന്തപുരത്ത് സംഭവിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം 42 കൊല്ലം കൊണ്ട് CPM-ന്റെ കയ്യിലിരുന്ന ഒരു കോർപ്പറേഷൻ, ഈ 42 കൊല്ലം കൊണ്ട് ഒരാളുടെ കയ്യിലിരിക്കുന്ന ഒരു കോർപ്പറേഷൻ ഒന്നും പോകത്തില്ല സിനിമ. അതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല. അതിനകത്ത് അവരാ 42 കൊല്ലം കൊണ്ടുള്ള പരിചയം മാത്രം മതി. ഇപ്പോൾ സിനു 42 കൊല്ലത്തോടത്ത് ഫേവറായിട്ട് അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് പരിചയപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ എത്ര പറയുമ്പോഴും സിനുവിന് അത്യാവശ്യം പോസിറ്റീവ് ബന്ധമല്ല, പോസിറ്റീവ് നെഗറ്റീവ് കാണും. മനസ്സിലായി? നെഗറ്റീവ്സ് ഒക്കെ കുറെ കാണിച്ചാലും ആ പോസിറ്റീവ് തിങ്കിങ്ങിലും അല്ലെങ്കിൽ ജയിച്ചു വരും എന്ന് പറഞ്ഞാൽ ഇതുപോലെ 42 കൊല്ലം ഇവർ ചെയ്ത അഴിമതിയോ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളോ ഒന്നുമല്ല, അവരെ ജയിക്കാൻ പ്രാപ്തമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ അവിടെ കാണും. ഈ കരാർ ജോലിയൊക്കെ വരുമ്പോൾ മൊത്തം പാർട്ടിക്കാർക്ക് കൊടുത്താൽ ഫാമിലി മുഴുവൻ അവരോട് കടപ്പെട്ടിരിക്കും. 42 കൊല്ലം കണ്ടില്ലേ? അപ്പം ആ ഒരിടത്താണ് അവർ പ്രതീക്ഷിക്കാത്ത ഒരിടത്താണ് ഈ പറഞ്ഞതുപോലെ രാജീവ് ചന്ദ്രശേഖരന്റെ അല്ലെങ്കിൽ ഒരു തയ്യാറെടുപ്പോ അല്ലെങ്കിൽ BJPയുടെ മൊത്തത്തിലുള്ള ഒരു തയ്യാറെടുപ്പോ എല്ലാ രീതിയിലും. കാരണം പിന്നെ ആര്യ രാജേന്ദ്രൻ്റെ അനുഗ്രഹവുമായിരുന്നു, മനസ്സിലാകുന്നുണ്ടോ? അപ്പം ഇതുവരെ നടത്തിയിരുന്ന എല്ലാ അഴിമതികളൊന്നും വെളിയിൽ വന്നിട്ടില്ല. അവർക്ക് നടത്താൻ അറിയാവുന്ന ആര്യ രാജേന്ദ്രൻ വെച്ച് ഇത് അഴിമതിയൊന്നും അല്ല, TG പറഞ്ഞു ഇത് അഴിമതിയൊന്നും അല്ല, ഇത് ഇങ്ങനെ കാര്യങ്ങളെന്ന് വെച്ച് നടത്തിക്കൊണ്ടുപോയി. അപ്പോൾ അത് വെളിയിൽ വന്നു. അപ്പോൾ അത് പക്ഷേ വെളിയിൽ വന്നതല്ല, അന്നേരവും അവർ വെല്ലുവിളിച്ചു CPM. ഇതൊന്നും കാര്യമില്ല, വെളിയിൽ വന്നതല്ല, വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ സാധിച്ചു. ഞാൻ പറഞ്ഞു വന്നത് സ്ഥാനാർത്ഥികൾ നല്ലതായി, ജനത്തിന് ഇവർ പറഞ്ഞതിനകത്ത് കാര്യമുണ്ടായി, ജനം ഇവർ പറഞ്ഞത് കേട്ടു, ഞങ്ങൾ വന്നാൽ വികസനം ഉണ്ടാകും. അപ്പം ഞാൻ ഇത്രയും പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയവും പ്രവർത്തനവും തന്നെയാണ് ഒരുപക്ഷെ RCക്ക് കിട്ടിയിരിക്കുന്ന ഡയറക്ഷൻ. ഈ കഴിഞ്ഞ തിരുവനന്തപുരത്തു നിന്ന് അല്ലെങ്കിൽ ഇവിടുത്തെ ജനപ്രതിനിധികളെ, പ്രധാനപ്പെട്ട കക്ഷികളെ 150, തിരുവനന്തപുരത്തെ മാത്രമല്ല 150 ജനപ്രതിനിധികൾ പോയിട്ടുണ്ടായിരുന്നു. തിരുവനന്തപുരത്തെ എടുത്ത് പറഞ്ഞെന്നുള്ളത് ബാക്കിയുള്ളത് അവരെ വിളിച്ചവിടെ വെച്ച് പറഞ്ഞത് തന്നെയാണ്. നിങ്ങൾ ഇവിടെ ജയിച്ചത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയില്ലേ? നിങ്ങൾ ഇവിടെ ജയിച്ചത് നിങ്ങളിവിടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചതുകൊണ്ട്, നിങ്ങൾക്കത് വേണ്ടതുകൊണ്ട്, താല്പര്യമുള്ളതുകൊണ്ട്. അതുപോലെ ഇതുവരെ കേരളത്തിൽ ഒരു ജയിക്കേണ്ടിടത്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നില്ല. ജനത്തിൻ്റെ താല്പര്യമനുസരിച്ച് ആ നിയമസഭാ മണ്ഡലങ്ങളിൽ BJP ഇടപെട്ടില്ല. അതായത് ഇടപെട്ടില്ലെന്ന് പറഞ്ഞാൽ സ്ഥാനാർത്ഥിയെ ജനത്തിന് താല്പര്യമുള്ളവർ ആയിരിക്കത്തില്ല,
അല്ലെങ്കിൽ അതുപോലെ വീട് കയറി അല്ലെങ്കിൽ അവർക്ക് വോട്ട് വേണം ജയിക്കണം എന്നുള്ള രീതിയിൽ സ്ഥാനാർത്ഥി ഇടപെട്ട് കാണത്തില്ല. ഈ സ്ഥാനാർത്ഥി വന്നാൽ അവിടെ വികസനം ഉണ്ടാകുമെന്ന് ബോധ്യപ്പെടുന്ന സ്ഥാനാർത്ഥികൾ ഉണ്ടായിട്ടുണ്ടാവരുത്. അപ്പം ആ രീതിയിലേക്ക് ബോധ്യപ്പെട്ട് സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള ഒരു രീതിയാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത്. ഇപ്പം തന്നെ സ്ഥാനാർത്ഥികൾ നമ്മൾ അറിഞ്ഞ ശരിയാണെങ്കിൽ വട്ടിയൂർക്കാവ് ശ്രീലേഖ മത്സരിക്കും. ശ്രീലേഖ മത്സരിച്ചാൽ അവിടെ മത്സരം തന്നെയായിരിക്കും, മനസ്സിലാവുന്നുണ്ട്. അതിനകത്ത് ഈ ഇലക്ഷൻ കഴിഞ്ഞേ പറയാൻ പറ്റത്തുള്ളൂ ആര് ജയിക്കും ആര് തോക്കും. വട്ടിയൂർക്കാവിൽ മത്സരം പ്രശാന്ത്, ഇപ്പം മറ്റയാളുടെ കാര്യം തീരുമാനമായി, കെ മുരളീധരൻ, ശ്രീലേഖ. അതിനകത്ത് അതുപോലെ തന്നെ നേമത്തെ മത്സരം RC ആണ്. CPM കാൻഡിഡേറ്റ് ശിവൻകുട്ടിയാണോ എന്ന് എനിക്കറിയത്തില്ല, സാധ്യതയില്ല, അതിന് തീരെ വയ്യ. അതുകൊണ്ട് വേറൊരു കാൻഡിഡേറ്റ് വന്നാൽ ഇവിടെ RC ജയിക്കാൻ സാധ്യതയാണ്. ശിവൻകുട്ടി മാറി വേറെ സ്ഥാനാർത്ഥി ആര് ശിവൻകുട്ടി മാറിയിട്ട് വന്നാലും അവിടെ പുതിയൊരാൾ വരുമില്ലേ. ശിവൻകുട്ടിയുടെ ഗുണമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ പരിചയമുണ്ട്. അദ്ദേഹം ഈ ആൾക്കാർക്കിടയിൽ സുപരിചിതനാണ്. ഈ പറഞ്ഞ പോലെ ജനങ്ങൾക്കിടയിലുള്ള അതുപോലെ കഴക്കൂട്ടത്ത് വി മുരളീധരൻ അവിടെ ജയിക്കാനുള്ള സാധ്യതയുള്ളൂ. അപ്പം തിരുവനന്തപുരത്ത് തന്നെ ഏതാണ്ട് 3-4 സീറ്റുകൾ സെൻട്രൽ അതുപോലെ നല്ല സ്ഥാനാർത്ഥിയെ ജയിച്ചാൽ BJP ജയിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ട്. BJPയും CPM കൊണ്ട് മാത്രമാണ് മത്സരം പലയിടത്ത് നടക്കാൻ പോകുന്നത്. തിരുവനന്തപുരത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി കോൺഗ്രസ് എന്ന് പറയുന്ന മത്സരത്തിൽ 3-ാം സ്ഥാനം അവരാദ്യമേ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് തന്നെ പറയേണ്ടി വരും ഈ പലയിടത്ത്. അപ്പം ഈ പറയുന്ന 40 സീറ്റിലേക്കുള്ള സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിറങ്ങുമ്പോൾ ഒരുപക്ഷെ ഇൻഡയറക്റ്റ് ആയിട്ട് സമ്മതിച്ചില്ലെങ്കിലും കരുതേണ്ടി വരും, അല്ലെങ്കിൽ ആ രീതിയിലേക്കുള്ള ഒരു പ്രചരണം. ഇപ്പം തന്നെ എല്ലാവരും പോയിന്റ് ഔട്ട് ചെയ്തേക്കുന്ന അല്ലെങ്കിൽ ഇത് ചെയ്തേക്കുന്നത് RC ഒന്നുമല്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ശ്രീലേഖ തന്നെ നാളെ കേരളത്തിൽ അധികാരത്തിൽ വരികയാണ്. ശ്രീലേഖ ഒന്ന് മുഖ്യമന്ത്രി ആയാലും അല്ല, മേയറുടെ കാര്യത്തിൽ ഇവർക്ക് ജനത്തിൻ്റെ ഒരു താല്പര്യം കണ്ടില്ലായിരുന്നു. പക്ഷേ മേയറുടെ കാര്യത്തിൽ പാർട്ടിക്ക് താല്പര്യം, ജനത്തിന് താല്പര്യം ആരോട് കേരളത്തിൽ മൊത്തത്തിലെടുത്തൊരു സർവേ നടത്തിയാൽ താല്പര്യം ആരാ മേയറാക്കുന്ന ശ്രീലേഖ മതി എന്നുള്ള താല്പര്യം. ഇതേ രീതിയിലേക്കുള്ളൊരു അതായത് ശ്രീലേഖ മത്സരിക്കുന്നത് കൊണ്ട് കേരളത്തിൽ ഉടനീളം, തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളത്തിലുടനീളം BJPക്ക് ഹൈപ്പ് കിട്ടുന്ന ഒരവസ്ഥയുണ്ട്. അത്തരത്തിലുള്ള നല്ല സ്ഥാനാർത്ഥിയാണ്, ആരും മോശമല്ല, ഓരോരുത്തരത്തും അവതരിപ്പിച്ചു. ഇപ്പം തന്നെ മഞ്ചേശ്വരത്ത് ഈ നമ്മുടെ മുൻ ഇതുണ്ട് സുരേന്ദ്രൻ ആപ്റ്റ് കാൻഡിഡേറ്റ് ആയി. നേരത്തെ സുരേന്ദ്രൻ തീരുമാനിക്കണമായിരുന്നു. 86 വോട്ട് അവിടെ തോറ്റ സമയത്ത് സുരേന്ദ്രൻ അവിടെ നിന്ന് കേന്ദ്രീകരിച്ചായിരുന്നു. അടുത്ത പ്രാവശ്യം ഇവിടെ MLA ഉണ്ടായി. എന്തുകൊണ്ടോ നമുക്കറിയാവുന്ന രാഷ്ട്രീയത, പിന്നെ അവരുടെ രാഷ്ട്രീയം ഏത് രീതിയിലാണ് എങ്ങനെ ഏത് രീതിയിൽ ചിന്തിച്ചു എന്ന് എനിക്കറിയാം. അപ്പം തിരുവല്ല ഉൾപ്പെടെ നോബിൾ ഉൾപ്പെടെ അല്ലെങ്കിൽ പലയിടത്തും കുമ്മനം രാജശേഖരൻ അത് അദ്ദേഹം ഇവിടെ മത്സരിക്കുന്നുണ്ട്. അപ്പം ഈ പല സീറ്റുകൾ അതുപോലെ പാലായില് ഇപ്പൊ തന്നെ ഈ ഷോണിന്റെ കാര്യത്തിനകത്ത് ഷോൺ മതി പാലായിൽ MLA കൊള്ളാവുന്നത് അതാണെന്നുള്ള രീതിയിലേ. മറ്റേത് ഈ അബുൽ ബേബി ആണല്ലോ, അവരങ്ങ് തീരുമാനിച്ചിരിക്കും. ഒരാളെ അങ്ങ് ജനം തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ കെ മാണിയുടെ മാനെ ചാപ്പ അടിച്ചിട്ടേക്കുക. ഇതിന്റെ പെൺമുഖമല്ലേ. അല്ലെങ്കിൽ ഇവിടെ BJPയുടെ കാര്യം നമ്മൾ വളരെ എടുക്കണം. ഈ ശ്രീലേഖ എന്ന് പറയുന്നത് IPS ഉദ്യോഗസ്ഥയാണ്. അവർക്ക് ഔദ്യോഗിക പദവിയിൽ എത്താവുന്നതിന്റെ പരമാവധി പദവിയിൽ അവർ എത്തിക്കഴിഞ്ഞു. അതിനപ്പുറത്തേക്ക് അവർക്ക് മേയറാകാൻ സാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിലൊരു മോഹം ഉദിക്കാം. പക്ഷേ പാർട്ടിയുടെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് ജനകീയനായ ഒരാളെ തെരഞ്ഞെടുക്കുന്നു. അദ്ദേഹം മതി മേയർ എന്ന് പറയുന്നത്. കാരണം BJP ഒരു കോർപ്പറേഷൻ പിടിച്ചാണ്. അങ്ങനെയാണ് VV രാജേഷ് മേയറായിട്ട് വരുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ ശ്രീലേഖയ്ക്ക് മാനസികമായ വിഷമം ഉണ്ടായേക്കാം. പക്ഷേ മാധ്യമങ്ങൾ കൂട്ടത്തോട് വന്ന് അല്ല ശ്രീലേഖ നിങ്ങൾ മേയറാകത്തോണ്ട് ബുദ്ധിമുട്ടുണ്ടോ, അല്ല BJP തള്ളിപ്പറയുന്നുണ്ടോ, ഒരേ കാര്യം 10 പ്രാവശ്യം ചോദിക്കുമ്പോൾ ഒരാളുടെ മനസ്സിൽ ചിന്ത വരും, ശരിയാണല്ലോ എന്നെ പാർട്ടി അങ്ങനെ തള്ളിക്കളഞ്ഞോ. സത്യത്തിൽ അങ്ങനെ ഉണ്ടാകുന്ന മീഡിയയുടെ അറ്റാക്കിനെ പ്രതിരോധിക്കാൻ ശ്രീലേഖയ്ക്ക് കഴിഞ്ഞു തുടങ്ങിയെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. അതായത് നരേന്ദ്രമോദി തിരുവനന്തപുരത്തെ എല്ലാ കൗൺസിലർമാരെയും വിളിക്കുകയും അതിൽ ഈ ശ്രീലേഖ പോകുന്നില്ല. അവർക്ക് വ്യക്തിപരമായ അസൗകര്യങ്ങളുണ്ട്, യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അതിന് വീണ്ടും മാധ്യമങ്ങൾ എന്ന് കണ്ട ശ്രീലേഖ ഉടക്കി നിൽക്കുന്നു, ശ്രീലേഖ തൻ്റെ പരിഭവം തീർത്തില്ല എന്ന് പറയുമ്പോഴും ശ്രീലേഖ അതിനെ വളരെ തന്ത്രപരമായിട്ട് കൈകാര്യം ചെയ്തു. ഇതൊരു രാഷ്ട്രീയക്കാരിയുടെ ഒരു തുടക്കമാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ സാധ്യതകളുടെ കലയാണ് രാഷ്ട്രീയം. രാഷ്ട്രീയത്തിൽ പതിയെ പിച്ച് വെച്ച് കയറുന്നതാണ് എപ്പോഴും നേട്ടം. ഈ ശ്രീലേഖ നിയമസഭയിൽ മത്സരിക്കാൻ യോഗ്യയാണെന്ന് BJP നേരത്തെ ഒന്നും കരുതിയിരുന്നില്ല. പക്ഷേ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ അവർ കാണിച്ചു വെച്ച പ്രകടനം, അവരുടെ ജനകീയ സമ്മതി, ഈ ജനസമ്മതിയൊക്കെ കണ്ടപ്പോഴാണ് ഇവർ ആപ്റ്റാണ് വട്ടിയൂർക്കാവിലെന്ന് മനസ്സിലായത്. അതിനുശേഷമാണ് VK പ്രശാന്തിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട വിവാദം ഉണ്ടായത്. VK പ്രശാന്തിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട ഒരു വിവാദം ഉണ്ടാക്കാൻ ശ്രീലേഖ ഒരു സ്റ്റെപ്പ് വെച്ചു എന്ന് അരിഹാരം കഴിക്കുന്നത് നമ്മൾ എന്തായാലും ചിന്തിക്കില്ല. അത് പാർട്ടിയുടെ കൃത്യമായ ഒരു ആലോചനയും ഇടപെടലുമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ തന്ത്രപരമായിട്ട് നോക്കി. അപ്പോൾ പ്രശാന്ത് ഉൾപ്പെടെയുള്ളവർ വളരെ രോഷാകുലമായി പെരുമാറിയപ്പോൾ
ശ്രീലേഖ നേരിട്ട് ചെല്ലുന്നു, ഇതെന്റെ അനിയനാണ്, ഇവൻ എൻ്റെ അടുത്ത് ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കുമ്പോൾ അവിടെ പൊളിഞ്ഞു പോയത് CPM-ന്റെ രാഷ്ട്രീയ നാടകമാണ്. ഇത്തരത്തിൽ രാഷ്ട്രീയ നാടകങ്ങളൊക്കെ പൊളിച്ചു കളിക്കാനുള്ള നീക്കം ശ്രീലേഖ പഠിച്ചു വരുന്നു. ശ്രീലേഖ ഒരു IPS കാരിയാണ്, അവർക്ക് അതിൻ്റെതായ ബുദ്ധി ഉണ്ടാവും, അതിൻ്റെ കഴിവുണ്ടാവും. അപ്പോൾ രാഷ്ട്രീയത്തിലെ കളികൾ അറിയില്ലെന്നേ ഉള്ളൂ, രാഷ്ട്രീയത്തിലെ കളികളിലേക്ക് അവർ കയറി വരുന്നു. അങ്ങനെയുള്ള ശ്രീലേഖ വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ ഇറങ്ങുകയാണെങ്കിൽ VK പ്രശാന്തിന് വലിയ ഭീഷണി തന്നെയാണ്. അതുകൊണ്ടാണ് VK പ്രശാന്ത് രാഖി രാമാനെ ഓഫീസിൽ വിട്ടു പോയത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു CPM നേതാവ് ഇത്തരം ഒരു ഭീഷണിക്ക് മുമ്പിൽ അല്ലെങ്കിൽ ഒരു ഉമ്മാക്കിക്ക് മുമ്പിൽ പേടിക്കില്ല. ഇവിടെ K മുരളീധരൻ വീണ്ടും മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു. വട്ടിയൂർക്കാവിൽ K മുരളീധരൻ കൂടെ മത്സരിക്കാൻ വന്നാൽ ശക്തമായ ത്രികോണ മത്സരം ഉണ്ടാകും. ആ ത്രികോണ മത്സരത്തിൽ ഇത്രയും കാലം കോൺഗ്രസിന് വോട്ട് ചെയ്തവർ കൂടി BJPക്ക് മറിച്ച് വോട്ട് ചെയ്താൽ CPM അവിടെ ഒറ്റപ്പെടുകയും ചെയ്യും. കാരണം 2 തവണ പ്രശാന്ത് അവിടെ MLA ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. അദ്ദേഹത്തിൻ്റെ കഴിവുകൾ ഞങ്ങൾ അംഗീകരിച്ചു, അദ്ദേഹം മേയറായിരുന്നു, അംഗീകരിച്ചു. ഇനി ശ്രീലേഖ ഒന്ന് നോക്കട്ടെ, ശ്രീലേഖ എങ്ങനെ ഉണ്ടെന്ന് ഞങ്ങളൊന്ന് പരീക്ഷിക്കട്ടെ എന്ന് ജനങ്ങൾ തീരുമാനിച്ചാൽ BJPക്ക് വലിയൊരു മുതൽക്കൂട്ടുമാകും, മറ്റു പാർട്ടികൾക്ക് വലിയ തിരിച്ചടിയാവും. അപ്പോൾ BJP തന്ത്രപരമായ നീക്കങ്ങൾ നടത്തുന്നത് നമുക്ക് മനസ്സിലാകുന്നത് രാജീവ് ചന്ദ്രശേഖരൻ നിയമത്തെ ലക്ഷ്യമാക്കി നീങ്ങുന്നു. ഇവിടെ ശ്രീലേഖ അവിടേക്ക് വരണമെന്ന് ഇപ്പം നമ്മൾ പോലും ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ജനങ്ങളുടെ ഇടയിൽ അങ്ങനെ ഒരു വികാരം, ശ്രീലേഖ മത്സരിക്കട്ടെ, ശ്രീലേഖ വിജയിച്ച് വരട്ടെ എന്ന് പറയുന്നു. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന V മുരളീധരൻ മത്സരിക്കാനായിട്ട് പോകുന്നു. V മുരളീധരൻ മത്സരിക്കാൻ പോകുന്നിടത്ത് കളമൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ. അപ്പോൾ അതിൻ്റെ നേട്ടം അവർക്കുണ്ടാവും. ചുരുക്കം പറഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് 6 നിയമസഭാ മണ്ഡലങ്ങളിൽ 5000-ഓളം വോട്ട് കൂടുതൽ പിടിച്ചാൽ BJPക്ക് 5 MLA-മാരെ കിട്ടും. ഇത് BJP മനസ്സിലാക്കിയത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലൂടെയാണ്. പക്ഷെ അതിനനുസരിച്ചുള്ള കരുക്കൾ നീക്കാൻ അവർക്ക് കഴിയുന്നുണ്ടോ എന്ന് നമുക്കിപ്പോൾ അറിയില്ല. പക്ഷേ അതിനെ തള്ളിക്കളയാൻ പറ്റില്ല. 2 or 3 തെരഞ്ഞെടുപ്പ് കാലമായിട്ട് BJPയുടെ അജണ്ട തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാന്നുള്ള 15 വർഷ കാലയളവിനുള്ള അവർ ലക്ഷ്യം നേടിയില്ലേ? അതുകൊണ്ട് തന്നെ താഴെ തട്ടിലുള്ള പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങളുടെ മനസ്സറിഞ്ഞ് അവർക്ക് ഒരുപക്ഷെ പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ BJPക്ക് MLA-മാരെ സൃഷ്ടിക്കാൻ കഴിയും. ഭരണവിരുദ്ധ വികാരം ഇവിടെയുണ്ട്, കോൺഗ്രസിനെ കൊണ്ട് കൊള്ളില്ല എന്നുണ്ട്. പക്ഷേ അത് നേട്ടമാക്കി BJPക്ക് മാറ്റണമെങ്കിൽ താഴെ തട്ടിലുള്ള പ്രവർത്തകർ കൃത്യമായ പ്രവർത്തനം നടത്തുകയും മേലെ തട്ടിലുള്ള നേതാക്കൾ ഇവർ തമ്മിലടിക്കാരല്ലെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യണം. അത് സാധിക്കുമോ ഇല്ലയോ എന്നല്ലേ നോക്കേണ്ടത് ശരിക്കും. ഇപ്പം ഇതിനകത്ത് നമ്മൾ വിചാരിക്കേണ്ടത് പറഞ്ഞാൽ തിരുവനന്തപുരത്തു നിന്ന് ഡൽഹിയിൽ പോയിട്ട് അവിടെ ചില നീക്കങ്ങൾ നടത്തി തിരിച്ചു വന്നു. തിരുവനന്തപുരത്തു നിന്ന് ഒരുപക്ഷെ പോകാത്ത ഗോപനും ശ്രീലേഖയും, ഗോപനും പോയിട്ടില്ല, അവിടുത്തെ ഏറ്റവും കൂടുതൽ തവണ ഗോപൻ ഒരു വിഷയമല്ല, ഫിഗറല്ല. പക്ഷേ ശ്രീലേഖ പോയിട്ടില്ല. ശ്രീലേഖ അതിന് വ്യക്തമായ അല്ലെങ്കിൽ കാരണവും കാര്യവും പറഞ്ഞിട്ടുമുണ്ട് മാധ്യമങ്ങൾക്ക് മുമ്പ്. അപ്പം നമ്മൾ വിചാരിക്കുന്നത് ശ്രീലേഖയുമായിട്ട് മോദി അല്ലെങ്കിൽ മറ്റ് പലരും രഹസ്യമായിട്ട് സംസാരിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ധാരണ ഉണ്ടാകാം, ശ്രീലേഖയിൽ രഹസ്യം BJP ഒളിപ്പിച്ചിട്ടുണ്ടാകാം. ആ രീതിയിലേക്ക് ഒരു ഓപ്പറേഷൻ. അപ്പോൾ ശ്രീലേഖ ഇപ്പോൾ സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ അതും വലിയൊരു ചർച്ചയാവും. അതാണ് അതിൻ്റെ ഒരു ഗുണം. ശ്രീലേഖ പറഞ്ഞല്ലോ ഞാൻ സ്ഥാനാർത്ഥിയാവാൻ ആഗ്രഹിക്കുന്നില്ല. ശ്രീലേഖ സ്ഥാനാർത്ഥിയാകുമ്പോൾ അതും വലിയ ചർച്ചയാവും. എന്ത് ചർച്ച? BJP പറഞ്ഞാൽ ശ്രീലേഖ കേൾക്കും. ശ്രീലേഖയുടെ താല്പര്യമല്ല ശ്രീലേഖ നടപ്പാക്കുന്നത്, BJPയുടെ താല്പര്യമാണ്. അത്രയ്ക്ക് അടക്കവും ഒതുക്കവും ഉള്ള ഒരാളാണ് BJP പാർട്ടി അല്ലെങ്കിൽ ശ്രീലേഖ. ആ ശ്രീലേഖ നയിക്കട്ടെ എന്ന് തീരുമാനിക്കും. ഇതും അല്ലാത്ത നിങ്ങൾ പറഞ്ഞ പോലെ ഒരു PR വർക്ക് അതിൻ്റെ പിറകിലുണ്ടാകും. അത് തന്നെയാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. ശ്രീലേഖ വട്ടിയൂർക്കാവിൽ സ്ഥാനാർത്ഥിയാകുന്നത് വലിയൊരു പ്രചരണം ഓട്ടോമാറ്റിക്കലി മാധ്യമങ്ങൾക്ക് എടുത്തേ മതിയാവും. കാരണം ഒരു സസ്പെൻസാണ്. ശ്രീലേഖ വരുമോ? ശ്രീലേഖ പറഞ്ഞു വരത്തില്ല, വരുമോ വരത്തില്ല. അത് തന്നെ ശ്രീലേഖ അവിടുത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം BJP കുറച്ച് ആത്മവിശ്വാസം കൂടിയിട്ടുമുണ്ട്. അതായത് അതിന്റെ ഒരു ഇമ്പാക്റ്റിൽ കൂടിയാണ് BJP പറയുന്നത് ഞങ്ങൾക്ക് ഇത്ര MLA-മാരുണ്ടാകും. പക്ഷെ കൃത്യമായി അടുക്കും ചിട്ടയോടും കൂടിയുള്ള പ്രവർത്തനം, ഈ തമ്മിത്തല്ലും പാർട്ടിക്കകത്തെ ഉൾപ്പോര് വിളികളും ബഹളങ്ങളും ഒന്നും ഇല്ലെങ്കിൽ എങ്ങനെയായാലും BJPക്ക് ഒരു 5 സീറ്റ് ഉറപ്പിക്കാം എന്ന് തന്നെയാണ്. തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് മാത്രം. ഈ പാലക്കാട് നിന്ന കൃഷ്ണകുമാറിനെ കഴിഞ്ഞ പ്രാവശ്യം C കൃഷ്ണകുമാറിനെ ഇത്തവണ മലമ്പുഴയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിന്റെയൊക്കെ ജയസാധ്യത എന്താണ് എന്നറിയില്ല. കാരണം മലമ്പുഴയൊക്കെ CPM-ന് കൂടി ആധിപത്യം, VS അച്യുതാനന്ദൻ മത്സരിച്ച് ജയിക്കുന്ന മണ്ഡലം കൂടിയായിരുന്നു മലമ്പുഴ എന്ന് പറയുന്നത്. അപ്പൊ അത് CPM-ന് ഒരു ആധിപത്യമുള്ള മണ്ഡലം കൂടി ആയതുകൊണ്ട് അത് എത്രത്തോളം ആവുമെന്നറിയില്ല. ആറന്മുളയിൽ കുമ്മനം രാജശേഖരൻ നിൽക്കുന്നു. അപ്പോൾ ചില സ്ഥലങ്ങളിൽ ഒഴിച്ചാൽ ഈ തിരുവനന്തപുരം BJPക്ക് കുറച്ചുകൂടി ആഞ്ഞൊന്ന് പിടിച്ചാൽ കൃത്യമായി BJPക്ക് ഇത്തവണ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ആ വിജയം കൂടി ആത്മവിശ്വാസത്തോടെ എടുത്തുകൊണ്ട് മുന്നോട്ട് പോയാൽ ശരി. ഇപ്പം മലമ്പുഴയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം. മലമ്പുഴ സുരേഷ് വരികയും ഈ പറഞ്ഞ VS-ന്റെ മകൻ വരികയൊക്കെ ചെയ്താൽ ഇവിടെ BJP നല്ലൊരു ക്യാൻഡിഡേറ്റിനെ ഇട്ടാൽ BJP സുരേഷ് ഒരു മലമ്പുഴയിൽ BJPക്ക് നല്ല പേരുണ്ട്. C കൃഷ്ണകുമാർ 2 തവണ മത്സരിച്ചു. VS അച്യുതാനന്ദൻ മത്സരിച്ചിട്ടുണ്ട്. മറ്റേ കഴിഞ്ഞ ദിവസം പ്രഭാകരനാണ് തോന്നുന്നു, അദ്ദേഹത്തിന് മത്സരിച്ചിട്ടുണ്ട്.
അപ്പൊ 2 തവണയും BJPക്ക് വോട്ടുണ്ട്, പക്ഷേ വോട്ടുണ്ട്. CPM-ന്റെ ആധിപത്യത്തെ മറികടക്കാൻ കഴിഞ്ഞില്ല. അതെ അതിനെ മറികടക്കാനായിട്ട് ഇപ്രാവശ്യം അത് അതേ അതിനെ മറികടക്കാൻ സി കൃഷ്ണകുമാറിന് കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. അത് ചോദ്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ചോദ്യം. സുരേഷ് വരികയാണ്, CPM-ന്റെ വോട്ട് സുരേഷിന് പിടിക്കാൻ സാധിച്ചാൽ, അതാണല്ലോ UDF ഉദ്ദേശം. സുരേഷ് എനിക്കറിയത്തില്ല, സുരേഷിന് പിടിക്കാൻ സാധിച്ചാൽ BJP യോടെ ജയിക്കാൻ സാധിക്കും. ജയിക്കാൻ സാധിക്കും. അതെ.